ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 14-ാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം തുടരുന്നു. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ബന്ധനഹേതുവായി വരുന്നത് എങ്ങനെ എന്നാണ് നാം കഴിഞ്ഞ 3 ശ്ലോകങ്ങളിൽ കണ്ടത്. ഇവയിൽ സത്വഗുണം നിർമ്മലമാണ്. ആ ഗുണത്തോടു കൂടിയവൻ്റെ അന്തഃക്കരണം ശുദ്ധമായിരിക്കും. എല്ലാ അറിവുകളും അതിൽ തെളിഞ്ഞു നിൽക്കും. സത്വഗുണം എല്ലാത്തിനെയും പ്രകാശിപ്പിക്കും. എന്നാൽ രജോ ഗുണത്തോടു കൂടിയ അന്തഃക്കരണത്തിന്, വസ്തുഗ്രഹണത്തിന്, അറിവിന് അത്രമാത്രം ശക്തിയുണ്ടാവില്ല. കാരണം അത് എന്നും വിഷയങ്ങളെ തേടിക്കൊണ്ടേയിരിക്കും. വിഷയങ്ങളിലുള്ള ആസക്തി കൊണ്ട് അന്തഃക്കരണത്തെ ഒരു വിഷയത്തിൽ സ്ഥിരമായി നിർത്തി തത്വം ഗ്രഹിക്കാൻ രജോ ഗുണം അനുവദിക്കില്ല. ഏകാഗ്രതയില്ലാതെ വിക്ഷുബ്ധമായി നിൽക്കുന്ന അന്തഃക്കരണത്തിന് ഒരു വിഷയത്തിൻ്റെയും തത്വമറിയാൻ സാധിക്കുകയുമില്ല. ഇനി തമോ ഗുണത്തോട് ചേർന്ന് നിൽക്കുന്ന അന്തഃക്കരണമാവട്ടെ മൂഢമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് ഒരു വിഷയത്തെയും ക്ഷണനേരം പോലും അറിയാൻ ശ്രമിക്കുകയില്ല. വീണ്ടും 3 ഗുണങ്ങളുടെയും സ്വഭാവവും പ്രവർത്തനവും സംഗ്രഹരൂപത്തിൽ ഉപദേശിക്കുന്ന ശ്ലോകം തുടർന്ന് നോക്കാം. 9-ാമത്തെ ശ്ലോകം. സത്വം സുഖേ സഞ്ജയതി രജ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യതു തമഃ പ്രമാദേ സഞ്ജയത്യുത. ഭാരത, ഹേ അർജുന, സത്വം സത്വഗുണം, സുഖേ സുഖത്തിലും, രജഃ രജോഗുണം, കർമ്മണി കർമ്മത്തിലും, സഞ്ജയതി ചേർക്കുന്നു, തമഃ തു തമോ ഗുണമാകട്ടെ ജ്ഞാനം ജ്ഞാനത്തെ അല്ലെങ്കിൽ വസ്തുബോധത്തെ, ആവൃത്യ മറച്ചിട്ട്, പ്രമാദേ ഉദ സഞ്ജയതി പ്രമാദത്തിലും ചേർക്കുന്നു. അല്ലയോ ഭാരത, സത്വഗുണം ദേഹിയെ സുഖത്തിൽ ബന്ധിക്കുന്നു, രജസ് കർമ്മത്തിലും, തമോ ഗുണമാവട്ടെ ജ്ഞാനത്തെ ആവരണം ചെയ്തുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണയിലും ബന്ധിക്കുന്നു. ഗുണത്രയങ്ങൾ ആത്മാവിനും ശരീരത്തിനും തമ്മിൽ ഏതു വിധത്തിലെല്ലാമാണ് ബന്ധപ്രതീതി ഉണ്ടാക്കുന്നത് എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തു. അത് ഒന്നുകൂടി വീണ്ടും ഉറപ്പിച്ചു പറയുന്നു ഇവിടെ. അർജുന, സത്വഗുണം സുഖം കൊണ്ടും അറിവ് കൊണ്ടും ആത്മാവിനെ ബന്ധിക്കുന്നു. സൗഖ്യം, ജ്ഞാനം ഇവ രണ്ടിനോടും യോജിപ്പിച്ച് ബന്ധഭാവം ഉണ്ടാക്കുന്നു. സുഖസമ്പാദനത്തിൻ്റെ ഉപായമാണ് അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. അപ്പോൾ അറിവും സുഖത്തിൽ അന്തർഭവിക്കുന്നതായി വിചാരിക്കണം. അതുകൊണ്ടാണ് സത്വം സുഖേ എന്ന് പറഞ്ഞത്. ഫലപ്രതീക്ഷയോടെ ആത്മാവിനെ കർമ്മങ്ങളിൽ ബന്ധിക്കുന്നതാണ് രജോ ഗുണം. തമോ ഗുണം ജ്ഞാനത്തെ അല്ലെങ്കിൽ അറിവിനെ മറയ്ക്കുന്നു. തെറ്റിദ്ധാരണ, ആലസ്യം തുടങ്ങിയവയിലും അശ്രദ്ധയിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിലും എല്ലാം കൊണ്ടുചെന്നെത്തിക്കുന്നു. നമ്മുടെ പെരുമാറ്റത്തിൽ തെറ്റായ കാര്യങ്ങൾ കടന്നുകൂടുന്നുവെങ്കിൽ അതെല്ലാം തമോ ഗുണം തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും ലയവും ഈ 3 ഗുണങ്ങളെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഈ 3 ഗുണങ്ങൾ അവയുടെ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ പ്രകടമാക്കുന്നത് എപ്പോഴാണ്? അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 10-ാമത്തെ ശ്ലോകം. രജസ്തമശ്ചാഭിഭൂയ സത്വം ഭവതി ഭാരത രജസത്വം തമശ്ചൈവ തമഃ സത്വം രജസ്തഥാ. ഭാരത, ഹേ അർജുന, രജഃ രജോ ഗുണത്തെയും, തമഃ ച തമോ ഗുണത്തെയും, അഭിഭൂയ കീഴടക്കിയിട്ട്, സത്വം സത്വഗുണം, ഭവതി പ്രത്യക്ഷമാകുന്നു. സത്വം സത്വഗുണത്തെയും, തമഃ ച തമോ ഗുണത്തെയും, അഭിഭൂയ കീഴടക്കിയിട്ട്, രജഃ രജോ ഗുണം ഭവതി പ്രത്യക്ഷമാകുന്നു. തഥാ അപ്രകാരം സത്വം സത്വഗുണത്തെയും, രജഃ രജോ ഗുണത്തെയും, അഭിഭൂയ കീഴടക്കിയിട്ട്, തമഃ തമോ ഗുണം ഭവതി പ്രത്യക്ഷമാകുന്നു. ഹേ അർജുന, ചിലപ്പോൾ രജസിനെയും തമസിനെയും അതിക്രമിച്ച് സത്വഗുണം ഭവിക്കുന്നു.
മറ്റു ചിലപ്പോൾ സത്വത്തെയും തമസിനെയും കീഴടക്കി രജോ ഗുണം ഭവിക്കുന്നു. അതുപോലെ തന്നെ സത്വത്തെയും രജസിനെയും നിസ്തേജമാക്കിക്കൊണ്ട് തമോ ഗുണവും ഭവിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ അപഗ്രഥിച്ചു നോക്കിയാൽ ഓരോ സമയത്തും ഓരോ ഗുണം മുന്നിട്ട് നിൽക്കുന്നതായി നമുക്ക് തന്നെ അറിയാൻ കഴിയും. അപ്പോൾ മറ്റ് രണ്ട് ഗുണങ്ങൾ തീരെ ഇല്ല എന്നല്ല, അവയ്ക്ക് രണ്ടാം സ്ഥാനമേ ഉണ്ടാവൂ എന്ന് മാത്രം. ഒരാൾ സത്വഗുണത്തിൽ വർത്തിക്കുമ്പോൾ രജസും തമസും അവയുടെ പ്രകൃതം അത്രമാത്രം പ്രകടമാക്കില്ല എന്നർത്ഥം. അങ്ങനെ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ കീഴടക്കി മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് സുഖത്തിലും അറിവിലും ഉള്ള ആസക്തി പ്രകടമാവുന്നു. രജോ ഗുണം സത്വഗുണത്തെയും തമോ ഗുണത്തെയും അധികരിച്ച് നിൽക്കുമ്പോൾ അത് തൃഷ്ണയെയും സംഘത്തെയും കർമ്മങ്ങളിലുള്ള താൽപ്പര്യത്തെയും പ്രകടമാക്കുന്നു. സത്വഗുണത്തെയും രജോ ഗുണത്തെയും കീഴടക്കി തമോ ഗുണം മുന്നിട്ട് നിൽക്കുമ്പോഴാകട്ടെ അത് അറിവിനെ മറച്ചു കളയുന്നു. അജ്ഞാനം, അനാസ്ഥ, അലസത, ഉപേക്ഷാശീലം എല്ലാം വർദ്ധിച്ചു വരും. ഏതെങ്കിലും ഒരു ഗുണം മറ്റു രണ്ട് ഗുണങ്ങളെയും മുന്നിട്ട് നിൽക്കുന്നു എന്ന് നാം എങ്ങനെയാണ് അറിയുക? എന്താണ് അതിൻ്റെ ലക്ഷണം? അത് പറഞ്ഞു തരുന്നു 11ാമത്തെ ശ്ലോകം. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാ വിവൃദ്ധം സത്വമിത്യുത. അസ്മിൻ ദേഹേ, ഈ ദേഹത്തിലെ സർവദ്വാരേഷു, എല്ലാ ദ്വാരങ്ങളിലും, സകല ഇന്ദ്രിയ ദ്വാരങ്ങളിലും ജ്ഞാനം, ജ്ഞാനമാകുന്ന പ്രകാശ, പ്രകാശം, യഥാ എപ്പോൾ, ഉപജായതേ ഉണ്ടാകുന്നുവോ, തഥാ അപ്പോൾ, സത്വം സത്വഗുണം, വിവർദ്ധം വിവർദ്ധമാണ്, ഇതി ഉദ എന്നും വിദ്യാത് അറിയണം. എപ്പോൾ ഈ ദേഹത്തിൽ സർവദ്വാരങ്ങളിലും അഥവാ സർവ ഇന്ദ്രിയങ്ങളിലും ജ്ഞാനപ്പൊലിമ പ്രകടമാവുന്നുവോ അപ്പോൾ സത്വഗുണം വികസിച്ചിരിക്കുകയാണ് എന്ന് അറിയേണ്ടതാണ്. അന്ധക്കരണ വൃത്തിയുടെ വാതിലുകളാണ് ഇന്ദ്രിയങ്ങൾ. പ്രത്യക്ഷപ്രപഞ്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള ജ്ഞാന കവാടങ്ങളാണ് ഇന്ദ്രിയങ്ങൾ. ഈ കവാടങ്ങളിലൂടെയാണ് നമ്മുടെ ബോധപ്രകാശം പുറത്തുപോയി പുറത്തുള്ള വിഷയപദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കണ്ണുകളിൽ കൂടി ബഹിർഗമിക്കുന്ന എന്നിലെ ബോധം ദർശനശക്തിയായി തീർന്ന് എല്ലാ രൂപങ്ങളെയും നിറങ്ങളെയും എനിക്ക് പ്രകാശിപ്പിച്ചു തരുന്നു. ഇതേ ബോധം തന്നെ ചെവിയിൽ കൂടെ എനിക്ക് ചുറ്റുമുള്ള ശബ്ദപ്രപഞ്ചത്തെയും നാക്കിൽ കൂടി രസത്തെയും എല്ലാം എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതാക്കി തരുന്നു. അങ്ങനെ ബാഹ്യലോകത്തെ സത്യം സത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന സമയം നമ്മിൽ സത്വഗുണം മുന്നിട്ട് നിൽക്കും. ജ്ഞാനേന്ദ്രിയങ്ങളിലെല്ലാം സത്യബോധത്തിൻ്റെ വെളിച്ചം വ്യാപിച്ചു നിൽക്കും. രജസോ തമസോ ആ സമയം നമ്മളെ ഭരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ദർശനം വികലമായേനെ. മനസ്സ് രജസിനാൽ ഇളകി മറിയുകയും ബുദ്ധി തമസിനാൽ മൂടപ്പെടുകയും ചെയ്യുമ്പോൾ സാധാരണ ദർശനം പോലും സാധിക്കാതെ വരും. ഉദാഹരണമായി, ഒരു ദുഃഖവാർത്ത നമ്മൾ കേട്ടു എന്ന് വയ്ക്കൂ. മനസ്സാകെ ഇളകി മറിഞ്ഞു. അതുവരെ രുചിയോടെ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പെട്ടെന്ന് രുചികരമല്ലാതെയാകും. എല്ലാ ഇന്ദ്രിയ അനുഭവങ്ങളും ഇതുപോലെ തന്നെയാണ്. മനസ്സും ബുദ്ധിയും കലുഷിതമായാൽ കാണുന്നതോ കേൾക്കുന്നതോ രുചിക്കുന്നതോ ഒന്നും യഥാതഥമായി അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല. രജസും തമസും ഏറി നിൽക്കുമ്പോൾ ബുദ്ധിയുടെ ഗ്രഹണശക്തി അതിനനുസരിച്ച് കുറഞ്ഞു വരും. എല്ലാ വിഷയങ്ങളെയും ശരിയായി ഗ്രഹിക്കാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സമർത്ഥങ്ങളായി കാണപ്പെടുമ്പോൾ നമ്മിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. രജോ ഗുണം വികസിച്ചിരിക്കുമ്പോഴുള്ള ലക്ഷണമാണ് അടുത്ത ശ്ലോകത്തിൽ, അതായത് 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ലോഭപ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഭരതർഷഭ, ഹേ ഭരതവംശശ്രേഷ്ഠ, രജസി രജോ ഗുണം വിവൃദ്ധേ വർദ്ധിച്ചിരിക്കുമ്പോൾ, ലോഭ മതിവരായിക, പ്രവൃത്തി ഇന്ദ്രിയ വ്യാപാരം, കർമ്മണാം കർമ്മങ്ങളുടെ, അതായത് ഫലത്തിനു വേണ്ടിയുള്ള കർമ്മങ്ങളുടെ, ആരംഭ തുടക്കം, അശമഃ അടക്കമില്ലായ്മ, സ്പൃഹ
കിട്ടണം എന്ന ആഗ്രഹം ഏതാനി ഇവയെല്ലാം ജായന്തേ ഉണ്ടാകുന്നു. ഹേ അർജുന, രജോ ഗുണം നല്ലതുപോലെ വർദ്ധിച്ചിരിക്കെ ലോഭം, പ്രവൃത്തി, പുതിയ പുതിയ ഏർപ്പാടുകൾ തുടങ്ങുക, അശാന്തി, തീരാത്ത ആഗ്രഹം എന്നിവ ഉണ്ടാകുന്നു. രജോ ഗുണത്തിൻ്റെ ആധിക്യം മനസ്സിലുണ്ടാക്കുന്ന വിചാരങ്ങൾ ഓരോന്നായി ഇവിടെ എണ്ണിപ്പറയുന്നു. ലോഭം എന്നാൽ കയ്യിലുണ്ടായിട്ടും മറ്റുള്ളവർക്ക് ഒന്നും കൊടുക്കാതെ അവരിൽ നിന്ന് വീണ്ടും വീണ്ടും കിട്ടണം, മറ്റുള്ളവരുടെ ധനം എങ്ങനെയും കൈക്കലാക്കണം എന്നൊക്കെയുള്ള അത്യാർത്തിയാണ്. പ്രവൃത്തി എന്നാൽ സാമാന്യ വ്യാപാരം. എപ്പോഴും ഇന്ദ്രിയങ്ങൾ ഓരോന്നിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഫലസിദ്ധിക്കായി പുതിയ പുതിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ രാജസപ്രകൃതക്കാർക്ക് സാധാരണ ഉണ്ടാകാറുള്ള ഒരു അനുഭവമാണ് അസ്വസ്ഥത. അതാണ് അശമഹ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹർഷരാഗങ്ങൾക്ക് വശപ്പെട്ടിരിക്കുക എന്നാണ് ശ്രീശങ്കര ഭാഷ്യത്തിൽ ഇതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സന്തോഷം, മമത, ആസക്തി എല്ലാം പ്രകടമാവും. സ്പൃഹ എന്നാൽ തൃഷ്ണ, കയ്യിലില്ലാത്ത വസ്തുക്കൾ എങ്ങനെയെങ്കിലും നേടണം എന്ന ആഗ്രഹം, തീരാത്ത മോഹം. ഇപ്പറഞ്ഞവയെല്ലാം പരസ്പര ബന്ധമുള്ളവയുമാണ്. ലോഭം അല്ലെങ്കിൽ അത്യാർത്തിയാണ് ഒരുവനെ കർമ്മോത്സുകനാക്കുന്നത്. ലോഭം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായും സ്വാർത്ഥത നിറഞ്ഞത് തന്നെയായിരിക്കും. സ്വാർത്ഥ കർമ്മങ്ങൾ ഫലത്തിൽ ആസക്തി വർദ്ധിപ്പിക്കും. അവസാനമില്ലാത്ത പദ്ധതികളും തളർത്തുന്ന പ്രവൃത്തികളും അത്യാഗ്രഹവും എല്ലാം അശാന്തി ഉണ്ടാക്കുന്നവയുമാണ്. ഈ സ്വഭാവങ്ങൾ ഏറി നിൽക്കുന്ന വ്യക്തികൾ അവർക്ക് ചുറ്റുമുള്ളവരെയും അസ്വസ്ഥരാക്കും. ഇനി തമോ ഗുണം വികസിക്കുമ്പോഴുള്ള ലക്ഷണം നോക്കാം 13-ാമത്തെ ശ്ലോകത്തിൽ. അപ്രകാശോ പ്രവൃത്തിശ്ച പ്രമാദോ മോഹ ഏവ ച തമസ്യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. കുരുനന്ദന, ഹേ അർജുന, തമസി തമോ ഗുണം വിവൃദ്ധേ വർദ്ധിച്ചിരിക്കുമ്പോൾ അപ്രകാശ അജ്ഞത, അപ്രവൃത്തിഹി ച പ്രവൃത്തിയില്ലായ്മ അലസത, പ്രമാദ തെറ്റായ പെരുമാറ്റം, ഏതാനി ഏവ ച ഇവ തന്നെ ജായന്തേ ജനിക്കുന്നു. അല്ലയോ കുരുനന്ദന, തമോ ഗുണം പ്രാമുഖ്യത്തിലാകുമ്പോൾ അവിവേകം, ആലസ്യം, അശ്രദ്ധ, വ്യാമോഹം എന്നിവ ഒന്നൊഴിയാതെ പ്രകടമാവും. തമോ ഗുണത്തിൽ ആദ്യം അപ്രകാശം എന്ന് പറയുന്നു, പ്രകാശമില്ലായ്മ. ഇവിടെ പ്രകാശം എന്നതുകൊണ്ട് ജ്ഞാനം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അപ്രകാശം എന്നാൽ അജ്ഞാനം, അവിവേകം, എന്തെങ്കിലും തീർപ്പ് കൽപ്പിക്കാൻ ബുദ്ധിക്ക് കഴിയാത്ത അവസ്ഥ, ഒരു തരം മയക്കം ബുദ്ധിയെ മൂടിക്കളയും. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാതെയാകും. അടുത്തതായി അപ്രവൃത്തി, പ്രവൃത്തിയില്ലായ്മ, അലസത. അത് മുൻപറഞ്ഞ അവിവേകത്തിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ഒരു കാര്യവും ഏറ്റെടുത്ത് നടത്താതിരിക്കുക, പ്രയത്നിക്കാനും നേടുവാനും ഒരു ഉത്സാഹവും ഇല്ലാതെ ഇരിക്കുക, വെറുതെ ഊണും ഉറക്കവും മാത്രമായി കഴിയുന്ന ഒരവസ്ഥ. പിന്നീട് പ്രമാദം, മോഹം എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. പ്രമാദം എന്നാൽ തെറ്റിദ്ധാരണ, തെറ്റായ പെരുമാറ്റം, വ്യാമോഹം, തെറ്റായ ആഗ്രഹങ്ങൾ, ഇതെല്ലാം ഒരാളിൽ വളർന്നു വരും. അങ്ങനെ സ്വന്തം കഴിവുകളെ തെറ്റായി വ്യാഖ്യാനിക്കുകയും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുകയും ചെയ്യുമ്പോൾ അവരുടെ നിലനിൽപ്പ് തന്നെ ദയനീയമായി പരാജയപ്പെടുന്നു. ഇപ്രകാരമാണ് മനോബുദ്ധികൾ സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്വാധീനത്തിലാവുമ്പോൾ സംഭവിക്കുന്നത്. ഹരി ഓം തത്സത്.